ഒരാൾക്ക് നിങ്ങളെ ഇനി വേണ്ട എന്ന് തോന്നിത്തുടങ്ങിയാൽ പിന്നെ അവർ നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യും. ഒടുവിൽ താങ്ങാൻ കഴിയാതെ നിങ്ങളവരെ വിട്ടുപോകുന്നത് വരെ അവരത് തുടരും. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. തുടക്കത്തിൽ നമ്മളില്ലാതെ അവർക്ക് പറ്റില്ലായിരുന്നു. പക്ഷേ എവിടെയോ വെച്ച് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. പക്ഷേ ആ മാറ്റം തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോകും. അതാണ് സത്യം. ഒരാൾക്ക് നിങ്ങളെ ഇനി വേണ്ട എന്ന് തോന്നിത്തുടങ്ങിയാൽ ഒരുപക്ഷെ അവരത് നേരിട്ട് പറഞ്ഞു എന്ന് വരില്ല. പകരം അവർ നിങ്ങളെ വേദനിപ്പിക്കാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണോ അത് തന്നെയാവും അവർ വീണ്ടും വീണ്ടും ചെയ്യണത്. പലതവണ നിങ്ങളവരോട് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന്. പക്ഷേ അവരത് കേട്ട ഭാവം പോലും നടിക്കില്ല. ഇങ്ങനെ അവർ പെരുമാറുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കണം. പക്ഷേ ദുഷ്ടൻ എന്ന പേര് കേൾക്കാനും പാടില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വയം അവരെ വിട്ടുപോകാനുള്ള സാഹചര്യം അവർ തന്നെ ബോധപൂർവം സൃഷ്ടിക്കുകയാണ് ചെയ്യണത്. ഓരോ തവണ വേദനിപ്പിക്കുമ്പോഴും എപ്പോഴെങ്കിലും അവർ മാറും എന്നൊരു പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. നിങ്ങളവരെ കൂടുതൽ സ്നേഹിക്കും, കൂടുതൽ സഹിക്കും, കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓരോ ശ്രമത്തിന് ശേഷവും നിങ്ങൾക്ക് കിട്ടുന്ന ഫലം അതേ അവഗണനയും അതേ പെരുമാറ്റവും അതേ വേദനയും തന്നെയായിരിക്കും. അവർ നിങ്ങളെ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുത്തും. കാരണം നിങ്ങളുടെ സ്നേഹം അവർക്ക് ഭാരമായി തോന്നിത്തുടങ്ങി. നിങ്ങളവർക്ക് നൽകുന്ന അമിതമായ പരിഗണനയാണ് ഇതിനെല്ലാം കാരണം. ഞാൻ ഇത്രയധികം സഹിക്കേണ്ട ആവശ്യമുണ്ടോ? സ്വയം തിരിച്ചറിവിൻ്റെ ഏതോ ഒരു നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്ന ചോദ്യം. സ്വന്തം മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നിമിഷം. താൻ ആഗ്രഹിച്ചത് സമാധാനം, പക്ഷേ കിട്ടുന്നതോ വേദന മാത്രം. ഒടുവിൽ സഹിക്കാൻ കഴിയാതെ, ആ മുറിവുകൾ താങ്ങാനാവാതെ നിങ്ങൾ തന്നെ ആ ബന്ധത്തിൽ നിന്ന് പടിയിറങ്ങും. അവരാഗ്രഹിച്ചതും അത് തന്നെയാണ്. നിങ്ങൾ പോയി കഴിയുമ്പോൾ അവർക്ക് സമാധാനം ലഭിക്കും. കാരണം നിങ്ങളാണ് ഈ ബന്ധം വേണ്ടെന്ന് വെച്ചത് എന്ന് വരുത്തി തീർക്കാൻ അവർക്ക് സാധിച്ചു. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കില്ല. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന ഒരാൾ നിങ്ങളെ വേദനിപ്പിക്കില്ല. ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് പടിയിറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കിനി ഇടമില്ല എന്നതിൻ്റെ അടയാളമാണ്. നിങ്ങളുടെ വില മനസ്സിലാക്കാത്ത ഒരിടത്ത് നിന്ന് വേദനയോടെയാണെങ്കിലും ഇറങ്ങിപ്പോരുന്നത് തന്നെയാണ് നല്ലത്. മുറിവേറ്റ ഹൃദയവുമായി ഒരു ബന്ധത്തിൽ തുടരുന്നതിനേക്കാൾ വലിയ ഒറ്റപ്പെടൽ വേറെയില്ല. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ അവഗണിക്കുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ ഒറ്റപ്പെടുന്നത്. സ്നേഹത്തിനു വേണ്ടി അവർക്ക് മുന്നിൽ യാചിച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലത് തലയുയർത്തിപ്പിടിച്ച് അന്തസ്സോടെ ഒറ്റയ്ക്ക് നടക്കുന്നതാണ്. അർഹിക്കാത്ത വേദനകൾ അനുഭവിക്കുന്ന ബന്ധത്തിൽ നിന്ന് മാന്യമായി പടിയിറങ്ങണം. വഴക്കിടാനോ അവരെ മോശക്കാരാക്കാനോ നിൽക്കരുത്. നിങ്ങളുടെ മൗനത്തേക്കാൾ വലിയൊരു മറുപടി അവർക്കിനി നൽകാനില്ല. ചില വിട്ടുപോവലുകൾ അഹങ്കാരമല്ല, ജീവിക്കാനുള്ള, സമാധാനമായി ഉറങ്ങാനുള്ള ആഗ്രഹമാണ്. സ്നേഹത്തിന് വേണ്ടി തോറ്റുകൊടുക്കുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നത് പരാജയമാണ്. നിങ്ങളെ വേണ്ടെന്ന് വെച്ച ഒരാളുടെ ഓർമ്മകളിൽ നിങ്ങളുടെ ജീവിതം തളച്ചിടരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.